ഹലോ ഗായ്സ്, നമ്മളെ നീനാപ്പൂനെയും കൂട്ടിയിട്ട് ഈ വെക്കേഷൻ സമയത്ത്, അതായത് സ്കൂൾ തുറക്കാന് കുറച്ച് ദിവസം മുൻപ് നമ്മൾ തിരുപ്പതിക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ കേരളം വിട്ടിട്ട് ഞങ്ങൾ വേറെ തമിഴ്നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അത് അടുത്തായിരുന്നു. പക്ഷെ ആന്ധ്രയ്ക്കൊക്കെ പോകുന്ന കേരളം വിട്ടിട്ട് ഒരു 2-3 ദിവസത്തെ ട്രിപ്പൊക്കെ അത് ആദ്യമായിട്ടാണ് കേട്ടോ. നീനാപ്പൂ ആദ്യമായിട്ടാണ് ഞാൻ പോയിട്ടുണ്ട്, നീനാപ്പൂ ആദ്യമായിട്ടാണ്. ആന്ധ്രയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. തിരുപ്പതിക്ക് പോണതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ അത്. അങ്ങനെ നീനാപ്പൂനെയൊക്കെ രാത്രി നല്ല ഉറക്കത്തിന് നീപ്പിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രി 2 മണിക്കാണ് കേട്ടോ എത്തിയത്. പുലർച്ചയ്ക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നതിൽ കയറിയിട്ട് ഞങ്ങളിതിപ്പോൾ ട്രെയിനിൽ പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. രാവിലെ നീറ്റിട്ട് ഇരിക്കുകയാണ് നീനാപ്പൂ. അങ്ങനെ അത് ഒരു ദിവസം മുഴുവൻ ട്രെയിനിലാണ് നീനാപ്പൂ കിടന്നുറങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. അതവർക്ക് വിശ്വസിക്കാൻ പറ്റാനായിട്ട് എന്നോട് വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുത്തൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 11-11:30 ആകുമ്പോൾ ഞങ്ങൾ തിരുപ്പതി എത്തി. ഫോണിലെ ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ചാർജൊക്കെ ഒന്ന് കുത്തിവെച്ചു. അങ്ങനെ നീനാപ്പൂ ഞങ്ങൾ എല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ അങ്ങനെ ഓരോ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. അവിടുന്ന് കുറെ പോകാനുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു തിരുപ്പതി എത്തി പറഞ്ഞാൽ തിരുപ്പതി എത്തി എന്നാണ് ഞങ്ങളുടെ വിചാരം ഉണ്ടായിരുന്നത്. പക്ഷെ തിരുപ്പതിയിൽ നിന്ന് കുറെ അമ്പലത്തേക്ക് എത്തണേ കുറെ മലമുകളിലേക്ക് ബസ്സിലൊക്കെ പോകണം. അങ്ങനെ ഞങ്ങൾ 1-2 ബസ് പിടിച്ചത് ചിലതൊന്നും എടുക്കാൻ പറ്റില്ല, കുറെ ചെക്കിങ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരുപ്പതിയുടെ മേലെ എത്തിയിട്ടോ. അപ്പോഴേക്കും ആള് നീനാപ്പൂ ടയേർഡായി, വല്ലാണ്ട് ടയേർഡായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ തിരുപ്പതിയിൽ എത്തിയിട്ട് ഇങ്ങനെയൊക്കെ. തിരുപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സെയിം ആണ്, ഒരേപോലെ. എവിടെ കിട്ടിച്ച സ്ഥലം അവിടെ കിടക്കുക, ഇരിക്കുക, അതൊക്കെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടി ഒന്ന് കുളിച്ച് ഫ്രഷായി അടുത്ത് ദർശനത്തിനുള്ള ക്യൂല് നിന്നു കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാലും പോരാ, 1.5 ക്യൂ ആയിരുന്നു കേട്ടോ. ആ രാത്രി മുഴുവൻ ഒരു 20 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ദർശനം കിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പറയാൻ വിട്ടുപോയി, നമ്മുടെ ദീഷൂട്ടിന് മുട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തിരുപ്പതിക്ക് മെയിനായിട്ട് വന്നത്. അപ്പൊ അവന് അങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പൊ മുട്ടയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾക്ക് ദർശനം പിറ്റേ ദിവസം കിട്ടി കേട്ടോ. ഞങ്ങൾ ദർശനം കിട്ടി. പിന്നെ അമ്പല പരിസരത്ത് തന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു. എല്ലാവരും അമ്പല പരിസരത്ത് തന്നെ കിടക്കലും, നമ്മൾ പുതപ്പം വിരിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഫ്രീ ആയി വിരിച്ച് കിടക്കലും അങ്ങനെ ഒന്ന് ചെറുതായി മയക്കമൊക്കെ കഴിഞ്ഞ് നീനാപ്പൂ ഒരേ കളിയാണ് കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ തിരുപ്പതിക്ക് പുറപ്പെട്ടിട്ട് 3-ാമത്തെ ദിവസമാണ്. അപ്പൊ 3-ാമത്തെ ദിവസമാണ് നമുക്ക് ദർശനം കിട്ടിയത്. ഇനി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാത്രി 7:30ക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ആന്ധ്രയിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ കുറെ കളി സാധനങ്ങളൊക്കെ പിള്ളേർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ ഒപ്പം കളിക്കുകയായിരുന്നു. അങ്ങനെ റൂമിൽ ഒരു ദിവസം ഞങ്ങൾ കഴിഞ്ഞു. പിറ്റേ ദിവസം എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി, പാക്കപ്പ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു 4-5 ദിവസം അവിടെ നന്നായിട്ട് നല്ല രസത്തോടെ കളിച്ചു കേട്ടോ. നീനാപ്പൂ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. കുറച്ചൊക്കെ ടയേർഡ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു തിരുപ്പതി യാത്ര. നമുക്കിപ്പോൾ പെട്ടെന്ന് വിചാരിച്ചാൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഒന്നല്ലല്ലോ തിരുപ്പതി. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസത്തോട് വന്ന് എൻജോയ് ചെയ്ത യാത്ര ഞങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആന്ധ്രയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇതാണ് ഞങ്ങളുടെ തിരുപ്പതി മൊട്ട ദീഷാപ്പൂ. അങ്ങനെ നീനാപ്പൂ മേക്കപ്പൊക്കെ ചെയ്യാണ് ആന്ധ്രയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്നതിൻ്റെ തിരക്കിൽ. ഇത്തിരി ഓവറായിട്ടുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറുമ്പോഴേക്കും എന്തുപോലെ ആവുമെന്ന് അറിയില്ല. അത്ര ചൂടാണ് കേട്ടോ അവിടെ, നല്ല ചൂടായിരുന്നു. ഞങ്ങൾ തിരുപ്പതിക്ക് വരുമ്പോൾ നല്ല ചൂടായിരുന്നു. തിരുപ്പതിയിൽ കാല് കുത്തിയപ്പോൾ നല്ല ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ. അതിനുശേഷം വീണ്ടും വെയിൽ തന്നെയാണ്. അപ്പോൾ നല്ല ചൂടാണ്. ഞങ്ങൾ റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഇപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ 5 മണിയാകുമ്പോഴേക്കന്നെ, ഒരു 5-5:30 ആകുമ്പോഴേക്കന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങൾ റൂം 4:30ക്ക് വെക്കേറ്റ് ചെയ്തു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി 7:30ക്കാണ് ട്രെയിൻ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ട്രെയിൻ കയറുന്നത് മെയ് 28-ാം തീയതിയാണ്. നാളെ 29-ാം തീയതിയാണ് അവിടെ എത്തുള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ സ്കൂളും തുറപ്പായി കേട്ടോ. അപ്പോൾ ഇത് വെക്കേഷൻ്റെ അവസാനം കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. പക്ഷേ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ ട്രെയിനൊക്കെ വന്നു, അതിൽ കയറാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇതാ ബൈ ബൈ പറയുന്നുണ്ട് നീനാപ്പൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്, നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഞങ്ങളിതേ നാട്ടിലേക്ക് എത്തി. രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കാണ് നാട്ടിലെത്തിയത്. അപ്പോൾ ഇതാ നീനാപ്പൂ നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിലെത്തിയപ്പോഴേക്കും എന്താ ഒരു സന്തോഷം. എന്താ ഒരു 5-6 ദിവസമായില്ലേ പോയിട്ട്. അപ്പോൾ ഇതിനൊരു സന്തോഷമാണ് കേട്ടോ നീനാപ്പൂ കാണുന്ന ഈ മുറ്റത്ത് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തിരുപ്പതി പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബായ്.